മയിലാട്ടം പാത്രക്കെ ഇത് എന്റെ ആട്ടോ കൊള്ളാം. പക്ഷേ അവിടെ നിന്ന് ചോളം കയറി വരും, പിന്നെ അത് പ്രോസസ്സിങ് നടന്ന് അതിൻ്റെ സീഡ് ഫുള്ള് മേലത്തെ ടാങ്കിലാവും. ലാസ്റ്റ് വേസ്റ്റ് ഉണ്ടോ ഇവിടെ വന്നിങ്ങനെ വീഴും. അമ്മ എന്നത് പൊങ്കലാ? പൊങ്കൽ ഓക്കെ. ഫസ്റ്റ് ടൈം എനിക്ക് കൊഞ്ചം കൊഞ്ചം അത് അവള് വേണമ്മ. നമ്മളിപ്പോ തമിഴ്നാട്ടിലാ നിക്കുന്നേ. എന്തോ കാണാൻ വന്നേന്ന് അറിയണ്ടേ? കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. എന്നിട്ടാ നമ്മൾ ചോളപ്പാടത്ത് വന്നിരിക്കും കേട്ടോ. അവിടെ മിഷൻ ഇറക്കി ചോളം കട്ട് ചെയ്തെടുക്കുന്ന ഒരു കാഴ്ച കാണാൻ പോകുന്നത് കേട്ടോ. അത് വലിയൊരു മിഷൻ അല്ലേ? അതെ വലിയൊരു മിഷനാണ്. ഒരുപാട് ഏക്കർ കണക്ക് സ്ഥലത്ത് കിടപ്പുണ്ട്. നമ്മള് കുറച്ചൊക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുവേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് പെർമിഷൻ ഉണ്ട് അവിടെ പോകാനും അത് കാണാനും ഒത്തിരി വണ്ടി കയറാനൊക്കെ പെർമിഷൻ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് കേറാവേ. നമ്മളെ മണിച്ചേട്ടൻ എന്തി അതോ വരും നമ്മളെ മണിച്ചേട്ടൻ കേട്ടോ. നമ്മളെ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ആ വഴി വരുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മളെ ചോളപ്പാടത്ത് വന്നിരിക്കുവാണ്. ഈ ഭാഗത്ത് എല്ലാം ചോളം അവർ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അന്നേരം ആ ഒരു ഭാഗത്ത് മിഷൻ കിടന്ന് ഓടുന്നുണ്ടോ. അന്നേരം ആ മിഷൻ്റെ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. ചോളം കട്ട് ചെയ്ത് അത് ട്രാക്ടറിനകത്ത് ആക്കി കൊണ്ടുവന്നൊരു കാഴ്ച. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു മിഷൻ ഉണ്ടല്ലോ നമ്മളെ കേരളത്തിൽ എങ്ങും കാണാൻ കഴിയത്തില്ല. കാരണം എന്താ പറയുക, ഇങ്ങനെയുള്ള ചോളമൊന്നും നമ്മളെ കേരളത്തിൽ കൃഷി ഉണ്ടോ? ഇല്ല. പിന്നെ ഞാനിവിടെ വന്നപ്പോഴേ ഈ ചേട്ടന്റെ വീട്ടില് ചെറിയൊരു സാധനം കണ്ടു. എന്ത് മാതളം പിടിച്ച് കിടക്കുന്നത് ഞാൻ കാണിക്കാവേ. നീ കാണാത്തോണ്ടാ കേരളത്തിൽ വേറെ നമ്മുടെ കേരളത്തിലുണ്ടോ മാതളം ഉണ്ടോ? അയ്യോ എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടു. നല്ല രസം ഉണ്ടായിരുന്നത്. അതെ നട്ട് പിടിപ്പിച്ചതല്ല, ഇവര് കഴിച്ചിട്ട് എന്തോ വേസ്റ്റ് എന്തോ കളഞ്ഞപ്പോ തന്നെ കിളുത്ത് വന്നതാ. അങ്ങോട്ട് പോവല്ലേ? ഈ ഭാഗത്തെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ കുറച്ചൊക്കെ. എന്നിട്ട് മിഷൻ അങ്ങോട്ട് പോയേക്കുവാ, നേരെ അങ്ങ് പോയേക്കുവാ. ഈ ട്രാക്ടർ ഇതിൽ കൂടെ ഓടിക്കുമ്പോൾ പോവില്ലേ? വണ്ടിക്കതെ പാട്ട് വെച്ചിരിക്കുന്നു, നല്ല ഉച്ചത്തിലാ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ എന്നാ കേൾക്കാൻ പറ്റും അത്ര ദൂരത്ത് നിന്നിട്ടേ. ആ ചേട്ടൻ അതിനകത്ത് എങ്ങനെയാ പാട്ടിട്ട് അത്രയും ഇതിലിരിക്കുന്നത്? നമ്മൾ വിചാരിക്കും ചോളുണ്ട് ഉണങ്ങി കരിഞ്ഞിരിക്കാന്നൊക്കെ തോന്നുന്നു. പക്ഷെ അല്ല, അങ്ങനെ ഞങ്ങൾക്ക് അബദ്ധം പറ്റി. അമൽ ഹായ്. മണികണ്ഠൻ ചേട്ടാ ഹായ്. എടാ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ഉണങ്ങിക്കരിഞ്ഞ് ഇരിക്കുമെന്ന് വിചാരിക്കും. കേട്ടോ അങ്ങ് കിടക്കുക. പക്ഷേ സംഭവം എന്ന് പറഞ്ഞതാ ഇവിടെ കണ്ടോ, എല്ലാ ചെടിയിലും ചോളമുണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് ചോളമാണോ അല്ലേ എന്നുള്ളത്. ഞാൻ അതെടുത്തു. ചോളം ഇത് പോപ്കോൺ ചോളാണെന്ന് തോന്നുന്നു. അല്ല ഇത് നമ്മള് അവര് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ രാത്രി വീഡിയോ കണ്ടില്ലായിരുന്നോ, സംസാരിച്ചില്ലേ? അന്നേരം എന്താ പറഞ്ഞത്? ഇതൊന്നും നമുക്ക് കഴിക്കാനല്ല, കോഴിക്കും പശുവിനും ഒക്കെ തീറ്റയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോളാണെന്നാ പറഞ്ഞത്. കണ്ടോ നമ്മൾ ഇങ്ങനെ നിന്ന് കണ്ടോ, എവിടെ നോക്കിയാലും ഇത് ഉണങ്ങി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഈ മേളിൽ കാണുന്ന പൂവായിരിക്കും. ഞാൻ വിചാരിച്ചേ മണിച്ചോളം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതിന് ഈ മണിയായിരിക്കും എന്ന് വിചാരിച്ചേ. പക്ഷെ ഞങ്ങൾ ഏറ്റവും താഴോട്ടുള്ള ഭാഗങ്ങൾ നോക്കിയില്ല, ഈ ഭാഗത്ത് ഫുള്ള് ചോളം. നമ്മളെ വിളിക്കുന്ന നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാല്ലേ? മണിച്ചേട്ടൻ നമ്മൾ അവിടെ പോണു കേട്ടോ. ആള് രാവിലെ നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു പാടത്ത്. അദ്ദേഹത്തിന് അറിയുന്ന ആൾക്കാരുടെ അടുത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് ഒക്കെ പൊളിയല്ലേ. ലൈഫിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാവുന്ന തന്നെ. നമ്മൾ ഈ കാണുന്ന ചോളം ആ മെഷീൻ വന്ന് കൊയ്ത് വെട്ടിയെടുത്ത് അതിൽ തന്നെ ഇത് സെപ്പറേറ്റ് ആകും. ചോളം ഈ മണി പോലെ ആക്കി മാറ്റും. ഇവിടെ തന്നെ എന്തുമാത്രം ചോളം ഉണ്ടല്ലേ, ഒരുപാട് വേസ്റ്റ് ആയി പോന്ന്. ഹായ് ഹായ് അമ്മ. ഓ അമ്മയുടെ പേരെന്നാ?
ഓക്കെ. ആ വണ്ടിക്കുള്ള പാട്ട് വെച്ചിருக்கு. ഓഫ് பண்ணமா? அது காப்பிரைட் வருமா? இது இதாகுமா? அது இல்ல. வா. యూట్యూబ్ ఛానల్. ఆ నీకు సరిగా బత్తి పరలే నా చెప్పేను కొంచెం పెద్ద ఉండి దాండడి తర్రే കിടക്കുന്നു. കൊണ്ടുവാ. എടുത്ത് കാണിച്ചു തരാം. വാ 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 വാ. ഇതാ നോക്കിയേ. വാ വാ സമയം വന്നാ അതേ അവിടെ പോകണ്ട. അമ്മ ഇവിടെ വെക്ക. ഞങ്ങൾ അപ്പുറത്തെ തന്നെ ട്രാക്ടർ ഇവിടെ വന്നു കേട്ടോ. ട്രാക്ടർ അല്ല, സോറി, ആ കൊയ്ത്ത് മെഷീൻ. ഞങ്ങൾ ആ മെഷീൻ കണ്ടോ, ഈ വേസ്റ്റ് പൊത്ത് ഇങ്ങനെ അങ്ങ് പോകും കേട്ടോ. ഈ നടുക്കിടക്കുന്ന വേസ്റ്റാണ്. ആ മെഷീനകത്തോടെ കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഇത്രയും വേസ്റ്റ് ഇങ്ങനെ വരും. അതിങ്ങനെ പോകും. ചോളം, ആ ചോളം ഉണ്ടല്ലേ, ആ മെഷീനകത്ത് ബാക്കിൽ ടാങ്ക് ഉണ്ട്, അതിനകത്ത് സംഭരിച്ച് വെക്കും. അത് നിറയുമ്പോഴത്തേക്ക് ട്രാക്ടർ വരും. ട്രാക്ടർ കൊണ്ടുവന്നിട്ട് അതിനകത്ത് നിറച്ചുകൊണ്ട് പോകും. ഇതെല്ലാം ഈ മെഷീനകത്ത് നടക്കുന്നത്. വിനീഷ പെട്ടെന്ന് വാ.
കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യ. ഇതൊരു ട്രാക്ടറാണ്. ഈ ട്രാക്ടറിനെ ഏകദേശം നമ്മൾ സാധാരണ വാഹനത്തെക്കാട്ടി ഒരുപാട് ഉയരം ഉള്ളൊരു സംഭവമാണ് കേട്ടോ. അതാണ് ഇത്രയും ഉയർത്തി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ. ഇതൊരു ട്രാക്ടർ കേട്ടോ. ഈ ട്രാക്ടറാണ് അതിനകത്ത് കണക്ട് ചെയ്താണ് ഈ കാണുന്ന മിഷൻ എല്ലാം വർക്ക് ചെയ്യുന്നത്. ടയറിന്റെ വലിപ്പം കണ്ടോ. ഈ ട്രാക്ടറിന്റെ ബാക്ക് വീലാണ് വർക്ക് ചെയ്യുന്നുണ്ടോ. ഇദ്ദേഹമാണ് അതിന്റെ ഓപ്പറേറ്റർ കേട്ടോ. ആ ചോളം വന്ന് വീഴുന്ന അവിടെയാണ്. ഓ ഇല്ല വരുന്ന ട്രാക്ടർ ഉണ്ടോ. ആ ട്രാക്ടറിനകത്ത് നിന്ന് ഇറങ്ങി ലോഡ് ചെയ്യും. ആണോ ആദ്യം അവിടെ നിന്ന് ചോളം കയറി വരും. ഇതിനകത്ത് പ്രോസസ്സിങ് നടന്ന് അതിൻ്റെ സീഡ് ഫുള്ള് മേലത്തെ ടാങ്കിലാവും. ലാസ്റ്റ് വേസ്റ്റ് ഉണ്ടോ ഇവിടെ വന്നിങ്ങനെ വീഴും. നമുക്കിവിടെ നിൽക്കാമല്ലോ, ഭയങ്കര പൊടിയാണ്. ബിനീഷ എന്തുകൊണ്ട് കണ്ടിട്ട് നിന്റെ അടുത്ത് ഞാൻ മിണ്ടത്തില്ല. എന്ത് നിന്നെ കയറ്റിയില്ലാന്നോ. എന്നെ മുതു പൊള്ളി. നിനക്ക് അറിയോ മിഷീന്റെ സൈലൻസർ ഞാൻ എന്നെ ഇപ്പൊ കേട്ടു എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. വേണ്ട കുഴപ്പമില്ല, പോയില്ല. അത് ഇനി തിരിച്ചു വരും. ഇപ്പം നീ കേറണോ കേറി സംസാരിച്ചോണം. എന്തോ സംസാരിക്കുന്നു, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണം. വേണ്ട പൊടി അടിച്ചു ഇവിടെ എല്ലാം അങ്ങനെ പൊടിയാ. പക്ഷെ അതിന് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചോളം വേസ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അതാണ്ട് ഇവിടെ കിടക്കുന്നുണ്ടോ. നമ്മൾ 1 ഏക്കർ സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് 1 ഏക്കർ സ്ഥലമാണ്. ഈ 1 ഏക്കർ കട്ട് ചെയ്യുന്നതിന് ഏകദേശം 1 മണിക്കൂറേ ആ മെഷീൻ എടുക്കത്തുള്ളൂ. സാധാരണ ഒരു മനുഷ്യരെ കൊണ്ടാണെങ്കിൽ എത്ര ചിലപ്പോൾ 1, 2, 3 ദിവസം പോലും എടുത്താൽ പോലും ഇത് കട്ട് ചെയ്ത് തരത്തില്ല. ആ സ്ഥാനത്ത് 1 മണിക്കൂർ കൊണ്ടാണ് ആ മെഷീൻ ഫുള്ള് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ എങ്കേ നീ അയ്യോ ഒരാൾക്കേ ഇരിക്കാൻ പറ്റൂ. ഞാൻ ട്രാക്ടറിൽ പോവാണ്. പിടിച്ചിരുന്നോ എന്നെ കുടിക്കോ. അത് വണ്ടി കൊയിലാട്ട പാത്രക്കെ ഇത് എന്റെ ആട്ടോ. കൊള്ളാം. പക്ഷേ
റേഞ്ചർ ഓക്കെ ഓക്കെ. നമ്മളങ്ങനെ ചോളം ട്രാക്ടറിനകത്ത് കളക്ട് ചെയ്ത് പോവുകയാണോ? അതെ അതെ, എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ വണ്ടി കയറുന്നത്. ഇതെല്ലാം നമ്മളെ മണിയാണ് താങ്ക്സ് പറഞ്ഞാൽ പറ്റൂലേ? അതെ അതെ, കാരണം ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് ഇവിടെ വരുത്തി ഇതെല്ലാം കാണിച്ചു തന്ന ഒരാളല്ലേ. ആ കാണുന്ന അമ്മയില്ലേ ഇത് അവിടെ നിന്നാ? ഓ, ആ നിൽക്കുന്ന അമ്മയുടെ ആണ് ഈ കാണുന്ന ശുചിത്തോട്ടം. അപ്പൊ അതാണ്ട് ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം കഴിഞ്ഞ ദിവസവും ഇന്നൊക്കെ നമ്മുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത ആളാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ മനസ്സിലാവും ആരാണ് എന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയണം, നമ്മൾ ഡ്രോൺ വീഡിയോ എടുക്കുന്ന ടൈമിൽ പരിചയപ്പെട്ട ചേട്ടനാണ്. പക്ഷെ അന്ന് ആ ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്ത് പിന്നെ ഞങ്ങളെ തമിഴ്നാട്ടിലെ ആളുടെ സ്ഥലത്ത്, അതായത് വീടുള്ള സ്ഥലത്ത് വിളിച്ചു വരുത്തി ആളുടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തന്നു. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളിൽ കൊണ്ടുപോയി. അത് 1300 വർഷത്തോളം പഴക്കമുള്ളൊരു ടെമ്പിളാണ്. അവിടെ കൊണ്ടുപോയിട്ട് ആ വീഡിയോസൊക്കെ നമ്മളെടുത്തു. ഇപ്പോൾ അതാണ്ട് ചോളം അല്ലെങ്കിൽ വിളവെടുക്കുന്ന ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇത്രയും നേരം ഷൂട്ട് ചെയ്തതും. നമ്മൾ ആ വണ്ടിയിൽ കയറി, അത് കഴിഞ്ഞ് ട്രാക്ടറിൽ കയറി, കുറേ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയത്. എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ ചേട്ടനാണ് കേട്ടോ. അതെ, നമ്മൾ മണിച്ചേട്ടൻ. പിന്നെ നമുക്ക് നൈറ്റ് നല്ല അടിപൊളി, അതെനിക്ക് ഭയങ്കര പുതുമയായിരുന്നു. കാരണം നമ്മുടെ ഒന്നും നാട്ടിൽ കാണാത്ത ഒരു ടൈപ്പ് ഓഫ്, ചിലപ്പോൾ താഴെ ഇരുന്ന് കഴിക്കുന്നവരുണ്ടായിരിക്കും, പക്ഷെ എന്നാലും നടുമുറ്റത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എനിക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. പായൊക്കെ വിരിച്ച് ഫുഡൊക്കെ അതിനകത്ത് വെച്ച് നമ്മളെല്ലാവരും കൂടെ, ചേട്ടനും അമ്മയും പിന്നെ ഞാനും അമൽ ചേട്ടനും എല്ലാം കൂടെ അമൽ ചേട്ടനും എല്ലാവരും കൂടി ഇരുന്ന് നല്ലതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് കുറച്ച് സമയം നമ്മളെല്ലാവരും ഇരുന്ന് സംസാരിച്ച് നല്ലതായിട്ട് സ്പെൻഡ് ചെയ്തു. പിന്നെ നമുക്ക് അവിടെ തന്നെയായിരുന്നു സ്റ്റേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ രാവിലെ അമ്മ എന്തൊക്കെയോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ രാവിലെ തന്നെ വന്നായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തു. അടിപൊളി വീഡിയോസാണ്, ഓരോന്നും കാണാനായിട്ട് അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ വീഡിയോയിൽ എത്രത്തോളം എഫക്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാനായിട്ട് അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം അടിപൊളി അല്ലേ. നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളെ இந்த இடத்துல வந்து നിങ്ങൾക്ക് என்ன ஃபீல் வந்தது? நான் உங்களுக்கு நெக்ஸ்ட் நிறைய எக்ஸ்பீரியன்ஸ் கொடுக்கணும்னு சொல்லிட்டு நான் உங்களுக்கு வ்ளாக்ல உங்களை சப்போர்ட் பண்ணுறேன். டிஃப்ரெண்ட்டாகவும் எதாவது இருக்குது எங்கள் நேட்டிவ்ல வந்து எதாவது டிஃப்ரெண்ட்டாக சொல்லிட்டு அது வந்து உங்கள் യൂട്യൂബ് ചാനലുக்கு வந்து நான் സപ്പോർട്ട് பண்ணுறேன். முடிஞ்சளவு ഹെൽപ്പ് பண்ணுறேன் உங்களுக்கு. ഓക്കെ, മനസ്സിലായോ? അതായത് ആളുടെ പ്ലേസിൽ കുറേ അധികം സ്പെഷ്യാലിറ്റീസ് ഉള്ളത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണം, അത് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കണം എന്ന് ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ വിളിച്ചു വരുത്തിയതാണ് എനിക്ക് മനസ്സിലായത്. തമിഴ് നന്നായിട്ട് അറിയാവുന്നവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവുമായിരിക്കും അല്ലേ.